കൊച്ചിയിൽ ഒരു ഡസനോളം മൾട്ടിപ്ലക്സ് സ്ക്രീനുകളാണ് വരുന്നത്. ഇതിൽ ഏതൊക്കെ മൾട്ടിപ്ലക്സ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം ആരംഭിക്കുന്നത് ചിറ്റൂർ റോഡിലെ പഴയ മൈമൂൺ ലുലു തിയേറ്റർ കോംപ്ലക്സ് ആണ്. PVR സിനിമാസ് ലുലു ഗ്രൂപ്പുമായി ചേർന്നിട്ടാണ് ഇവിടെ മൾട്ടിപ്ലക്സ് സ്ക്രീൻ ആരംഭിക്കുന്നത്. 4 സ്ക്രീൻ മൾട്ടിപ്ലക്സിനാണ് സാധ്യത. അതൊരു ബിഗ് ഫോർമാറ്റ് TX സ്ക്രീനും ഉണ്ടാവും. സെപ്റ്റംബറോടെ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ മൾട്ടിപ്ലക്സ് വരുന്നത് നമ്മുടെ കാക്കനാടാണ്. പ്രമുഖ പ്രൊഡ്യൂസറായ ലിസ്റ്റൻ CFന്റെ നേതൃത്വത്തിലുള്ള മാജിക് ഫ്രെയിംസിന് കീഴിലാണ് കാക്കനാട് 4 സ്ക്രീൻ മൾട്ടിപ്ലക്സ് വരുന്നത്. ഡിസംബറോടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൾട്ടിപ്ലക്സ് വരുന്നത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ബൊലിവാർഡിലാണ്. ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ തന്നെ മൾട്ടിപ്ലക്സ് ബ്രാൻഡായ പലാക്സി സിനിമാസ് ആണ് ഇവിടെ മൾട്ടിപ്ലക്സ് ആരംഭിക്കുന്നത്. ഒരു ലാർജ് സ്ക്രീൻ ഫോർമാറ്റായ എപ്പിക് സ്ക്രീനും ഇവിടെ ഉണ്ടാവും. അടുത്ത മൾട്ടിപ്ലക്സ് വരുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. കൊച്ചി എയർപോർട്ടിൽ പുതുതായി ആരംഭിക്കുന്ന എന്റർടൈൻമെന്റ് സോണിലാണ് മൾട്ടിപ്ലക്സ് വരുന്നത്. ഇവിടെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അടുത്ത വർഷം അവസാനത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ചിത്രാഞ്ജലിയും കാക്കനാട് മൾട്ടിപ്ലക്സ് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ കൊച്ചിയിലെ പല തിയേറ്ററുകളും റിനോവേഷനിലാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള EVM തിയേറ്റർ ഡോൾബി സിനിമാസോടുകൂടി ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സവിത സംഗീതയ്ക്ക് റിനോവേറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. കൊച്ചിയിലെ സിനിമ പ്രേമികൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വർഷമായിരിക്കും 2025-26.